വിശ്വാസം ഉറപ്പായിട്ടും ഉണ്ട്. ഇപ്പോൾ ഈ അടുത്ത ഇപ്പം ഈ ഒരു വർഷമായിട്ട് പോകുന്നുണ്ട്, നല്ല രീതിയിലാണ് പോകുന്നത്. ക്യാരക്ടേഴ്സ് നല്ലപോലെ എല്ലാവരും നല്ലപോലെ പോകുന്നുണ്ട്. ഇനി അടുത്ത ഓഫർ, കാര്യം ഒരിക്കലും ആരും വിശ്വസിക്കില്ല ഈ സംസാരിക്കുന്ന കേട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് സീരിയലാണെന്നുള്ളത്. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞുതരാം പ്രേക്ഷകരോട്. ആദ്യത്തെ പ്രോജക്റ്റ്, അതായത് സ്ക്രീനിൽ കാണുന്നതന്നെ ആദ്യമായിട്ടാണ് എല്ലാവർക്കും. ഇപ്പോഴും അറിയാത്ത ആൾക്കാരുണ്ട്, ഇഷ്ടം പോലെ പേരില്ലേ. തീർച്ചയായിട്ടും നമ്മുടെ സായികുമാറിൻ്റെ മകൾ തന്നെയാണ് വൈഷ്ണവി. അപ്പോൾ വൈഷ്ണവി ആദ്യം ഞാൻ കണ്ടപ്പോഴേ എന്നെ തൊഴിക്കുകയൊന്നും ചെയ്യല്ല കേട്ടോ. സായികുമാറിൻ്റെ മകളെന്ന് എൻ്റെ അടുത്ത് അവിടെ വെച്ച് പറഞ്ഞു, നമ്മുടെ ജഗതിയിലെ വീട്ടിൽ വെച്ച്. അപ്പോൾ ഞാൻ അവിടെ നിന്നിടത്ത് ഓടാ ഈ കിളവിയോ എന്ന് പറഞ്ഞു, എന്നെ ഒന്നും പറയലായിരുന്നു. പിന്നെയാണ് ഈ കാര്യം വെച്ചാൽ അതെ എന്ന് വെച്ചാൽ പിന്നെയാണ് ഞാൻ അറിഞ്ഞത് ഇത് ഫുൾ മേക്കപ്പാണ്. ഇപ്പം എൻ്റെ തെറ്റിദ്ധാരണ മാറി കേട്ടോ, ക്ഷമിക്കണം കേട്ടോ. ഞാൻ അന്നേരം കോമഡി ആയിട്ട് പറഞ്ഞതാ, ഞാൻ വിശ്വസിച്ചില്ല സായികുമാറിന്റെ മകളാണെന്നുള്ളത്. അല്ല വേറൊന്നല്ല, ഈ ഗെറ്റപ്പിൽ നിന്നാലേ മനസ്സിലാവുള്ളൂ ക്യാരക്ടർ. അതല്ല ബാക്കിയുള്ളവർക്ക് കണ്ടിട്ടില്ല, അധികം മുഖം നമ്മുടെ ഫോട്ടോസിൽ പോലും കണ്ടിട്ടില്ല. അച്ഛൻ വീട്ടിലുള്ള സമയം വരെ സോഷ്യൽ മീഡിയ ഒന്നും അധികം ഫേസ്ബുക്കും ഇൻസ്റ്റയൊന്നും അത്ര ആക്റ്റീവ് അല്ലായിരുന്നു. അല്ല അതിന് ശേഷമാണ് ഇതൊക്കെ വന്നത്. ഇപ്പോൾ ഈ ഒരു ഹസ്ബൻഡ് ഇത്രയും നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത പ്രോജക്റ്റ് ഇപ്പോൾ ഇത് കണ്ടിട്ട് ആരെങ്കിലും ഒക്കെ വിളിച്ചിട്ടുണ്ടോ? വിളിച്ചിട്ടുണ്ട്, സീരിയൽസ് ആണെങ്കിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ടൈറ്റായിട്ട് ഷെഡ്യൂൾ പോയിക്കൊണ്ടിരിക്കുന്നത് അത്യാവശ്യം പ്രധാനപ്പെട്ട റോളാണ് ഇതിനകത്ത്. അതെ മെയിൻ ക്യാരക്ടർ അല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, കണ്ടിന്യൂസ് ആയിട്ട് ഷൂട്ട് പോയിക്കൊണ്ടിരിക്കും, നമുക്ക് വീട്ടിൽ പോലും പോകാൻ സമയം കിട്ടുന്നില്ല. അപ്പം എനിക്ക് തോന്നുന്നതേ ഈ ഒരു ഇൻ്റർവ്യൂ കൂടെ കഴിയുമ്പോഴത്തേക്കിന് എനിക്ക് തോന്നുന്നത് ഏതെങ്കിലും സിനിമയിലെ ഡയറക്ടേഴ്സ് വിളിക്കാൻ ചാൻസ് ഉണ്ട്. കാര്യം നമുക്ക് ആഗ്രഹം അല്ല, നമുക്ക് അങ്ങനെ പോകണമെങ്കിൽ നമുക്ക് പോകാമായിരുന്നു. പക്ഷേ പഠിത്തം കഴിഞ്ഞു, സേഫായി, വിവാഹമെല്ലാം കഴിഞ്ഞ് നല്ലൊരു കുടുംബമായിട്ട് പോയിക്കൊണ്ടിരിക്കുക. പിന്നെ ഒരു നല്ലൊരു ഓഫറൊക്കെ വന്ന സിനിമ നോക്കിക്കൂടെ? പിന്നെ ഉറപ്പായിട്ടും പറഞ്ഞോളാം എന്നാ. ഉറപ്പായിട്ടും അത് ചെയ്യണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാ ആഗ്രഹം. കാര്യം ഇനി എനിക്ക് തോന്നുന്നു കൂടുതൽ ഇനി അമ്മ കഥാപാത്രങ്ങൾ കിട്ടാൻ ചാൻസസ് ഉണ്ട്. കാര്യം നമ്മുടെ പൊന്നമ്മ ചേച്ചി ആയാലും അല്ലെങ്കിൽ കവിയൂർ പൊന്നമ്മ അമ്മയായാലും ഇവരൊക്കെ ചെറുപ്പത്തിലെ അമ്മ വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത് അവർ സെലക്ട് ചെയ്യുന്നതുകൊണ്ടാണ്. നമുക്കിപ്പോൾ ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എനിക്കിത് ഫസ്റ്റ് ഈ ക്യാരക്ടർ എൻ്റെ അടുത്ത് വരുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു മനസ്സിലൊരു കോംപ്ലക്സ് പോലെ ഫീൽ ചെയ്തിരുന്നു. കാര്യം ഈ ഒരു ഏജിൽ ഇത്രയും ഏജുള്ളൊരു ക്യാരക്ടർ എടുക്കണം എന്ന് വേണമെന്ന് ചിന്തിച്ചു. അപ്പോൾ അച്ഛനെയും അപ്പൂപ്പനെയൊക്കെ മനസ്സിൽ വന്നു. അവർ ചെയ്തു വെച്ചിരിക്കുന്ന ക്യാരക്ടറിനൊക്കെ ആകുമ്പോൾ മമ്മൂട്ടിയുടെ ഒക്കെ അച്ഛനായിട്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ ക്യാരക്ടറിനകത്താണ് പ്രധാനം, അഭിനയിക്കാൻ ഏരിയ ഉണ്ടോ എന്നുള്ളതാണ്. സായി ചേട്ടനൊക്കെ ആണെങ്കിൽ അച്ഛനായിട്ടും അപ്പൂപ്പനായിട്ടും വില്ലനായിട്ടും നായകനായിട്ടും ഉപനായകനായിട്ടും ഒക്കെ വന്നിട്ടുണ്ട്. എല്ലാ മേഖലയും തൊട്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ പിന്നെ നമ്മൾ നോക്കണ്ട. പക്ഷെ ഒരു പ്ലസ് പോയിന്റ് ഉള്ള എന്താ അറിയോ, സീരിയൽസിൽ നരയിടത്തില്ല. ഇല്ല, അതാണ് അത് മെയിൻ ഒരു സംഭവമാണ്. കാര്യം സീരിയല് നമ്മുടെ എടുത്ത് പറഞ്ഞു നര വേണ്ട. ശരി, അത് തന്നെയല്ല, സീരിയല് തുടങ്ങുമ്പോൾ നമ്മുടെ ഒരു ചെറുപ്പം കാണിച്ചിട്ടാണ് വന്നത്. അതൊരു പ്ലസ് പോയിന്റ് അല്ലേ ഞാൻ പറഞ്ഞത്. കാര്യം മിക്ക സീരിയലും നിങ്ങൾ നോക്കിക്കോളൂ, നമ്മുടെ സി കേരളത്തില് അധികം നര അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. ചില ക്യാരക്ടറിന്, പക്ഷെ ഇങ്ങനെയുള്ള ക്യാരക്ടറിന് നരയേ ഇല്ല എന്നുള്ളതാണ്. അപ്പോഴും പ്രായം നമുക്ക് അറിയത്തുമില്ല. നമ്മുടെ കഴിഞ്ഞ 2 വർഷമായിട്ട് സീരിയൽസിനൊന്നും അവാർഡ് ലഭിക്കാത്ത, അതായത് ഇതിന് വലിയ വരുന്ന സീരിയലിന് ക്വാളിറ്റി ഇല്ല എന്നുള്ള ഒരു പേരാണ് പറയുന്നത്, അവാർഡ് നിരസിച്ചു പോകുന്നത്. അതിനെക്കുറിച്ച് ഇപ്പോൾ ഒരു വർഷമായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അങ്ങനെ തോന്നാറുണ്ടോ ഇങ്ങനെ നിലവാരമില്ലാത്ത സീരിയലാണ് വരാമെന്ന്? ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പോൾ തന്നെ ഈ സീരിയലിനകത്ത് കൂടുതലും തെലുങ്ക് റീമേക്കാണ് ഈ സീരിയൽ. അപ്പോൾ നമ്മുടെ മലയാളി പ്രേക്ഷകർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ടാകും. പക്ഷേ ഇതൊന്നും പറയാൻ ഞാൻ ആളല്ല, ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയാൻ ചോദിച്ചതിൻ്റെ പേര്. അപ്പോൾ ഇതൊരു ഫിക്ഷൻ ആണെന്ന് ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇതൊക്കെ ചിലപ്പം നമ്മൾ തന്നെ ചോദിക്കാറുണ്ട്, ഇതൊക്കെ എവിടെയെങ്കിലും നടക്കുമെന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. പക്ഷേ അതൊരു ഫിക്ഷൻ ആണെന്ന് ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അല്ല എങ്കിലും അത് മറ്റ് ചാനലുകളിലും സീരിയലുണ്ട്, നല്ല സീരിയൽസ്, കരയുന്ന സീരിയൽസ് ഉണ്ട്. അല്ലെങ്കിൽ സി കേരളത്തിൽ മിക്കതും ബോൾഡായിട്ടുള്ള കരയുന്ന സീരിയൽസിനാണ് കൊടുക്കാറുള്ളത് എന്നുള്ള ഒരു സംസാരം പൊതുവേ ഉണ്ട്. അതുകൊണ്ടാണ് എടുത്തു പറയുന്നത്. കാര്യം നമ്മുടെ സി കേരളത്തിലെ സീരിയൽ എടുക്കുകയാണെങ്കിൽ എല്ലാം നല്ല ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. എല്ലാ കഥാപാത്രവും അത്ര കരച്ചിലുള്ളതല്ല, ആൾക്കാർ കാണാൻ ഇൻട്രസ്റ്റഡ് ആയിരിക്കും. പക്ഷെ മറ്റ് ചാനലുകൾ എടുക്കുകയാണെങ്കിൽ ഈ കരയുന്ന ഒഴിവാക്കാൻ പറ്റുന്ന സീരിയൽസ് അല്ല. ഒരു കുടുംബത്തിലും നമ്മൾ യഥാർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു കുടുംബത്തിൽ എപ്പോഴും ഈ രീതിയിൽ ഒരുങ്ങി അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു എന്നുള്ള സംഭവങ്ങളില്ല. കരയുന്നെന്ന് പറയുന്ന എല്ലാ കുടുംബത്തിലും വിഷമങ്ങളും കാര്യങ്ങളും ഉണ്ട്. അല്ല, ഇനി അതാണ് അവാർഡ് കൊടുക്കാൻ
അവരുദ്ദേശിച്ചത് കരയുന്ന സീരിയൽസിന് മാത്രമേ കൊടുക്കാന്നുള്ളത് ചോദിക്കണം. എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സംഭവം എന്ന് അവരുടെ അടുത്ത് തന്നെ ചോദിച്ചാലേ മനസ്സിലാവും. പക്ഷെ അതിലൊക്കെ ഒരു വിഷമം. ഇപ്പൊ സീരിയൽ ആർട്ടിസ്റ്റ്, ഇപ്പൊ ഒരു ആർട്ടിസ്റ്റ് എല്ലാവരും കഷ്ടപ്പെടുകയല്ലേ ഇതിന്റെ ഒരു ചെറിയൊരു റീസൺ വെച്ചിട്ട് നിലവാരമില്ല എന്ന് പറയുമ്പോഴത്തേക്കും ഒറ്റയടിക്ക് തീർന്നില്ല. ഇത്രയും നാളെ എന്തൊക്കെയാണെങ്കിലും ഇപ്പൊ കണ്ടില്ലേ ഇവിടെ എത്ര പേരാണ് ഞാൻ കണ്ടു. തീർച്ചയായിട്ടും. അതെ. അപ്പോൾ